മോർണിംഗ്. നേത്രാവതി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ചിക്മംഗ്ലൂർ റൂട്ടിൽ കുതിരമുഖ നാഷണൽ പാർക്കിൽ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് നേത്രാവതി പീക്ക്. 9+9 18 കിലോമീറ്റർ അറ്റ് സ്ട്രെച്ച്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല കോടയുണ്ട്. നേത്രാവതി കൊടുമുടി ഉണ്ടല്ലോ, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നേത്രാവതി നദിയുണ്ട്. ആ നദിയിൽ നിന്നാണ് ഈ നേത്രാവതി ട്രക്കിങ്ങിന് ഈ പേര് വരാൻ കാരണം. ട്രക്കിങ്ങിൽ ആദ്യം മുതൽ അവസാനം വരെ മികച്ച കാഴ്ചകൾ കാണാൻ പറ്റുന്ന കർണാടകയിലെ ചുരുക്കം ചില ട്രക്കിങ്ങുകളിൽ ഒന്നാണ് ഈ നേത്രാവതി ട്രക്കിങ്. തുടക്കം മുതൽ മുകളിൽ വരെ 9 കിലോമീറ്ററും തിരിച്ച് 9 കിലോമീറ്ററും ഉള്ളത്. ഇവിടെ മുതൽ അവിടെ എത്തുന്നത് വരെ ഷോലപ്പുൽമേടുകളാണ് മുഴുവനുള്ളത്. അതിൽ കൂടെ അങ്ങനെ കയറി പോകുമ്പോൾ ബെൽത്തങ്ങാടി പട്ടണത്തിലെ കാഴ്ചകൾ മുഴുവൻ കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു പരിചയസമ്പന്നനായ ട്രക്കർ ആണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ സഹിഷ്ണുതയെ പരീക്ഷിക്കും. കുറച്ച് ടഫാണ്. മാത്രമല്ല മുകളിലെത്തുമ്പോൾ അതൊരു പറുദീസ തന്നെയാണ്. കാരണം മനോഹരമായ ഉരുളൻകുന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മേഘങ്ങൾ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത് കാണാം. മാത്രമല്ല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടികൾ മാത്രമാണ് ഇതിൽ കാണുന്നുള്ളൂ. മേഘങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുതിരമുഖ കൊടുമുടിയും കാണാം, മറുഭാഗത്ത് നിങ്ങൾക്ക് റാണിച്ചേരിയും കാണാം. ട്രക്കിംഗ് കൗണ്ടറാണ്. ഇവിടെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഒരാൾക്ക് 500 രൂപയാണ്. ഒരു ദിവസം മാക്സിമം 300 വരെ കയറ്റി വരും. ഇതാണ് ട്രക്കിംഗ് കൗണ്ടറിൻ്റെ ഓഫീസ്. സുഹാസിൻ്റെ ബാഗ് ചെക്ക് ചെയ്യാം. സുഹാസിൻ്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുകയാണ്. പ്ലാസ്റ്റിക് ഒന്നും പറ്റില്ല. പ്ലാസ്റ്റിക് ക്യാരി ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകണം. ഇതാണ് ചെക്ക് പോസ്റ്റ്. മഞ്ചിൻ്റെ പാക്കറ്റ് പോലും കവർ ഇവിടെ കളഞ്ഞിട്ട് മഞ്ച് മാത്രമായിട്ട് കൊണ്ടുപോകണം. ಗೈಡ್ ಅಣ್ಣ, ನಿಮ್ದು ಹೆಸರೇನು? ಶಂಕರ್. ಊರಲ್ಲಿ ಇದು ಮನೆ ಅಲ್ಲೇ ಬಂತು. ಇನ್ನು ಎಷ್ಟು ಕಿಲೋಮೀಟರ್ ಇದೆ ಇಲ್ಲಿಂದು? ಇನ್ನು 6:30. നല്ല ഡിഫിക്കൽട്ട് എന്നാ പറയുന്നത്. അറിയണ കന്നഡ വെച്ച് പറയുന്നുണ്ട്. ശ്രീഹള്ളിയിലേക്കുള്ള വഴിയല്ലേ? ಸ್ವಲ್ಪ ಗೊತ್ತಾಗುತ್ತೆ. ഈ 5 കിലോമീറ്റർ ലാസ്റ്റ് പോയിന്റാണ്. ഇനി വെള്ളം കിട്ടില്ല. അപ്പോൾ നേത്രാവതിയാണ് ഈ ഒഴുകി വരുന്നത് കേട്ടോ. പ്യുവർ വാട്ടർ നേത്രാവതി. സുവാസുട വെള്ളം നിറയ്ക്കും. ഇനിയുള്ള 4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. 4-8 കിലോമീറ്റർ വരുമ്പോഴേക്കും ഇനി വേറെ വെള്ളം കുടിക്കാൻ വേറെ പോയിന്റ് ഇല്ല. വെള്ളം കുടിച്ചിട്ട് തുടങ്ങും. ಆನೆ ಇದೆ? ಇಲ್ಲ ಆನೆ ಬರಲ್ಲ ಇದೀಗ. ಅಲ್ಲ ಕುದುರೆಮುಖ ಆ ಕಡೆ ಬಂತು. ಅದು ಕಾಣಿಸ್ತದೆ ಇದಕ್ಕೆ. ಈಗ ಹೋದ್ರೆ കലോറി കത്തിയിട്ടുണ്ട്. 400 ടച്ച് ചെയ്തു. 400 കലോറി കത്തി. ಒಳ್ಳೆಯ ವಾಯು. 400. അപ്പോൾ ഒരു 1500 കലോറി കത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഏകദേശം 7 മണിയോട് കൂടിയിട്ട് കയറി തുടങ്ങിയ ഞങ്ങൾ ഒരു 10:30 മണിയാകുമ്പോഴേക്ക് പീക്കിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾക്ക് പാക്ക്ഡ് ലഞ്ചുണ്ട്. അതും കൂടിയും കഴിച്ചിട്ട് വേണം
കുറച്ചും കൂടി കറങ്ങി ഇവിടെ കണ്ടിട്ട് കോടകളെ കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ. ഒരു 3-3:30 മണിയാകുമ്പോഴേക്ക് താഴത്തേക്ക് എത്താനാണ് പ്ലാൻ. നേത്രാവതി ട്രക്കിംഗ് കഴിഞ്ഞു. ആ ജീപ്പ് അതാ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. 18 കിലോമീറ്റർ ട്രക്കിംഗ് കഴിഞ്ഞ് ജീപ്പ് വെയിറ്റ് ചെയ്യുന്നു. 4 മണിയോടുകൂടി താഴത്തെത്തിയ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് അപ്പം തന്നെ വണ്ടി എടുത്ത് പോന്നു. ബെൽത്തങ്ങാടി, മംഗലാപുരം, കാസർഗോഡ്, നേരെ കോഴിക്കോട്.